Okay, so hi guys. Next question നോക്കാം. Container with most water. So problem statement പറയുന്നത് you are given an integer array height of length n. There are n vertical lines drawn such that the two endpoints of ith line are I0 and I height of I. Find the two lines that together with x-axis form a container such that the container contains most water. Return the maximum amount of water a container can store. Notice that you may not slam the container. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ടെസ്റ്റ് കേസസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു അറേ തന്നിട്ടുണ്ട്, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു അറേ തന്നിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ഇത് 49 എന്നാണ് ഔട്ട്പുട്ട് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന അറേ നമ്മളിവിടെ ഇങ്ങനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോ ഹൈറ്റും നമ്മൾ ഓരോ കണ്ടെയ്നറിന്റെ നമ്മൾ ഓരോ ഇതായിട്ട് എഡ്ജസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി 1 ഉണ്ട്, പിന്നെ 8 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്, 5, അങ്ങനെ 4, 8, 3, 7 അത്രയും ഹൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഓരോ ഹൈറ്റിന്റെയും ഇടയ്ക്കുള്ളത് ഓരോ യൂണിറ്റ് ആണ്, 1 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കണ്ടെയ്നർ തരുമ്പോൾ ഇതിലെ മാക്സിമം വാട്ടർ എത്രയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ 2 8 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ 2 8 ആണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് തമ്മിലുള്ള വിഡ്ത്ത് നോക്കുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5. അപ്പൊ 8 into 5 ആണ് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. 40 ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ പക്ഷെ ഒരു 8ഉം ഒരു 7ഉം ഉണ്ട്. സോ നമ്മൾ അത് നോക്കുമ്പോഴത്തേക്ക് 7 നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് 7 ആണ് എടുക്കാൻ പറ്റുന്നത്. അത് 2 ഹൈറ്റ് തരുമ്പോൾ അതിന്റെ മിനിമം വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഒബ്സർവേഷൻ ആണ്. മാക്സിമം വാല്യൂ എടുത്തിട്ട് കാര്യമില്ല, കാരണം ഈ സൈഡിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയി പോകും. ഇവിടെ 8 എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 7 ഹൈറ്റ് ആയിട്ട് എടുത്തു. വിഡ്ത്ത് 7 യൂണിറ്റ്സ് ഉണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പൊ 7 into 7 49. അങ്ങനെയാണ് 49 മാക്സിമം ഏരിയ എന്ന് വരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ടെസ്റ്റ് കേസസ് പറയുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഇപ്പൊ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് നമുക്ക് ആദ്യം നോക്കാം. ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് പറയുന്നത് എന്താ? നമുക്ക് 2 ലൂപ്പ് വെച്ചിട്ട് എല്ലാ പോസിബിൾ വിഡ്ത്തും നോക്കി എല്ലാ പോസിബിൾ ഏരിയാസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ബിഗ് ഓഫ് n സ്ക്വയറിന്റെ ഒരു സൊല്യൂഷൻ വരുന്നു. നമ്മൾ ഫസ്റ്റ് ലൂപ്പ് എല്ലാ ഹൈറ്റിനെയും ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്തൊരു ഇന്നർ ലൂപ്പില് ഒരു ഫസ്റ്റ് ഹൈറ്റിന് വേണ്ടി സെക്കൻഡ് ഇതിന്റെ കമ്പയർ ചെയ്യുന്നു, തേർഡ് കമ്പയർ ചെയ്യുന്നു, ഫോർത്ത് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ഓരോന്നിനും കമ്പയർ ചെയ്ത് ബിഗ് ഓഫ് n സ്ക്വയറിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു. അതിലെ മാക്സിമം ഏരിയ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ കോഡ് നമ്മൾ നോക്കുമ്പോൾ ബ്രൂട്ട് ഫോഴ്സ് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കോഡ് നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഔട്ടർ ഐ ലൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ജെ ഇന്നർ ലൂപ്പ് ഉണ്ട്. നെക്സ്റ്റ് ഇത് വെച്ചിട്ട് നമ്മൾ റിസൾട്ട് എടുക്കുന്നു, അതിന്റെ മാക്സിമം സ്റ്റോർ ചെയ്യുന്നു, ആ റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞാൽ ബിഗ് ഓഫ് n സ്ക്വയറിന്റെ ഒരു സൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത്, അല്ലെ? സോ അത് നമുക്കിനി കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പൊ അതാണ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ഇനി എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? അപ്പൊ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 പോയിന്റർ അപ്രോച്ച് യൂസ് ചെയ്യാം. ഓക്കെ, സോ 2 പോയിന്റർ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറേനെ തന്നെ നമുക്ക് 2 പോയിന്റേഴ്സ് അറേയുടെ 2 സൈഡിൽ നമ്മൾ വെക്കുവാണ്. അതായത് ലെഫ്റ്റിൽ ഒരു പോയിന്റർ വെക്കുന്നു, റൈറ്റിൽ ഒരു പോയിന്റർ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും ലെഫ്റ്റിലെ പോയിന്റർ നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരുന്നു, റൈറ്റിലത് നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ ബേസിക്കലി നമ്മൾ നമ്മുടെ സെർച്ച് സ്പേസ് ഷ്രിങ്ക് ചെയ്ത് അവസാനം ലെഫ്റ്റ് റൈറ്റ് മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലൂപ്പ് നിർത്തുന്നു. അപ്പൊ എഫക്റ്റീവ്ലി ബിഗ് ഓഫ് n ഓർഡറിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കോഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ 2 പോയിന്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇനിഷ്യലി ലെഫ്റ്റ് എന്നൊരു വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് ഡോട്ട് ലെങ്ത് -1. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റും റൈറ്റും 2 പോയിന്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഒരു വൈൽ ലൂപ്പ് വയ്ക്കാം. ഇതായിരിക്കും നമ്മുടെ കണ്ടീഷൻ, വൈൽ ലെഫ്റ്റ് ഇസ് ലെസ് ദാൻ റൈറ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ മാക്സിമം ഏരിയ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ലെറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത്
നമുക്ക് ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരുന്നത്. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ആദ്യം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് റൈറ്റ് മൈനസ് ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അതേ ഇൻറ്റു നമുക്ക് ഹൈറ്റ് ആണുള്ളത്. ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് ഇത് നോക്കുകയാണെങ്കിൽ 1ഉം 7ഉം ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ടിലും ഉള്ളതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഓവർഫ്ലോ ആവും നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ നമുക്കിവിടെ ഹൈറ്റിന് വേണ്ടി മാറ്റ് ഡോട്ട് മിനിമം ഓഫ് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് റൈറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ഏരിയ അങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു മാക്സ് ഏരിയക്ക് വേണ്ടി വേറൊരു വേരിയബിൾ വെക്കാം. മാക്സ് ഏരിയ നമുക്ക് ഇനിഷ്യലി 0 എന്ന് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ മാക്സ് ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാറ്റ് ഡോട്ട് മാക്സ് ഓഫ് മാക്സ് ഏരിയ ഏരിയ. അപ്പം നമ്മൾ നമ്മുടെ ഏരിയ കണ്ടുപിടിച്ചു, മാക്സ് ഏരിയയിലോട്ട് വെച്ചു. ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റും ഇൻക്രിമെന്റും ഡിക്രിമെന്റും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ ലെസ്സർ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഇടാം. ഇഫ് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ലെസ്സർ ദാൻ ഹൈറ്റ് ഓഫ് റൈറ്റ്. ഓക്കെ, ഇപ്പൊ ലെസ്സർ ആണെങ്കിൽ, ഇപ്പൊ ലെഫ്റ്റ് ലെസ്സർ വാല്യൂ ആണെങ്കിൽ നമ്മൾ വീണ്ടും ലെഫ്റ്റിൽ അവിടെ തിന്നിട്ട് കാര്യമില്ല. അതായത് നമുക്ക് മാക്സിമൈസ് ആണ് ചെയ്യേണ്ടത്, മാക്സിമം ഏരിയ ആണ് വേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഹൈറ്റ് ലെസ്സർ ആണെങ്കിൽ നമുക്ക് അവിടെ ലെഫ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യാം. അതായത് റൈറ്റ് ആണല്ലോ ഗ്രേറ്റർ, അപ്പൊ അത് അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് ലെഫ്റ്റ് വാല്യൂയിലോട്ട് പോയി നോക്കാം. ആൻഡ് അതല്ല കേസ്, ലെഫ്റ്റ് ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഡിക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓരോ സമയം നമ്മൾ മാക്സിമം ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ സെർച്ച് സ്പേസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റിഡ്യൂസും ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് മാക്സിമം ഏരിയ റിട്ടേൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ ടെസ്റ്റ് കേസസ് പാസ് ആയിട്ടുണ്ട്. ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഇത് ഫുൾ സോൾവ് ആയി. സോ നമ്മൾ ഇതിന്റെ ഐഡിയ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും മാക്സിമം ഏരിയ ആണ് വേണ്ടത്. അപ്പൊ ഈ 2 പോയിന്റർ അപ്രോച്ചിൽ നമ്മൾ 2 പോയിന്റേഴ്സ് വെച്ചിട്ട് മാക്സിമം ഏരിയ ആയതുകൊണ്ട് ഈ മാക്സിമം ഏരിയ കിട്ടാനും വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ഈ പോയിന്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. സോ ഇനിഷ്യലി നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു, ഇനിഷ്യൽ പോയിന്റേഴ്സ് ഇരിക്കുന്ന അടുത്തുനിന്ന് തന്നെ നമ്മൾ ആ ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കുമ്പോഴും ഹൈറ്റ് നമ്മൾ ഇതിന്റെ മിനിമം വെച്ചേ എടുക്കത്തുള്ളൂ, കാരണം നമുക്ക് ഇനിഷ്യൽ ഏരിയ എന്ന് പറയുന്നത് അത്രേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ അത് വെച്ച് നമ്മൾ ഇനിഷ്യൽ ഏരിയ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ മാക്സിമം വേരിയബിളിലോട്ട് നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ 2 പോയിന്റേഴ്സ് നമ്മൾ ഏതാണോ ലോവർ വാല്യൂ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഹയർ വാല്യൂ കീപ്പ് ചെയ്തിട്ട് ലോവർ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 2 പോയിന്റർ അപ്രോച്ച് എന്ന് പറയുന്നത്. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് നമ്മളിപ്പോൾ കണ്ട സൊല്യൂഷൻ. ആൻഡ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞാൽ ബിഗ് ഓഫ് എന്നിൽ നമുക്ക് കിട്ടും, കാരണം ഒരൊറ്റ ഇറ്ററേഷനേ ഉള്ളൂ. ഇവിടെ നിന്ന് പകുതി വരെ വരുന്നു, ഇവിടെ നിന്ന് പകുതി വരെ വരുമ്പോഴത്തേക്ക് സൊല്യൂഷൻ സ്റ്റോപ്പ് ആവുന്നു, വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നു, ബിഗ് ഓഫ് എന്നിൽ നമ്മൾ പോകുന്നു, കോൺസ്റ്റന്റ് സ്പേസിൽ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഈ കണ്ടെയ്നർ വിത്ത് മോസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.